നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. മിന്നും ഫോമിൽ കളിച്ചുകൊണ്ടിരുന്ന അർജന്റീൻ സൂപ്പർ താരം ഹുലിൻ ആൽവാരസിന് പെട്ടെന്ന് എന്താണ് സംഭവിച്ചത്? അദ്ദേഹം മങ്ങുകയാണോ? ഇപ്പോൾ കൃത്യമായ കണക്കുകൾ നോക്കുക. ഹുലിൻ ആൽവാരസ് ആകെ ഒരൊറ്റ ഗോൾ കോൺട്രിബ്യൂഷനാണ് ഈ സീസണിലെ എല്ലാ എവേ മത്സരങ്ങളിലുമായിട്ട് അത്ലറ്റിക്കോ മാഡ്രിഡിന് നൽകിയിട്ടുള്ള ഒറ്റ ഗോൾ കോൺട്രിബ്യൂഷൻ. ഇനിയിപ്പോൾ കഴിഞ്ഞ 5 ലാലിഗ മത്സരങ്ങളിൽ ഒരു ഗോളുമില്ല, ഒരു അസിസ്റ്റും ഇല്ല. അതാണ് അദ്ദേഹത്തിന്റെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ഈ has also gone 5 La Liga games without registering a goal or assist എന്ന് പറയുമ്പോൾ അതൊരിക്കലും ശുഭകരമായ ഒരു കണക്കില്ല. ഇതല്ല ഹുലിൻ ആൽവാരസിൽ നിന്ന് പ്രതീക്ഷിക്കും, ഇതല്ല ഹുലിൻ ആൽവാരസിന്റെ കാലിബർ, ഇതല്ല അദ്ദേഹത്തിന്റെ ടാലന്റ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിരാശയുണ്ട്, അർജന്റീനക്കാർക്ക് നിരാശയുണ്ട്, അർജന്റീനക്കാർക്ക് ആശങ്കയുണ്ട്, അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ ആരാധകർക്ക് ആശങ്കയുണ്ട്. ഇപ്പോൾ അത്ലറ്റിക്കോ മാഡ്രിഡ് ആവട്ടെ തുടർച്ചയായി 2ാമത്തെ മത്സരമാണ് ലാലിഗയിൽ പരാജയപ്പെടുന്നത്. ബാഴ്സലോണയോട് 3-1 പൊട്ടി. ഇന്നലെ അത്ലറ്റിക് ക്ലബ് ബിൽബാവോയോട് ഏകപക്ഷീയമായ 1 ഗോളിന് തോൽക്കുകയും ചെയ്തു. അങ്ങനെ ലാലിഗ പോയിന്റ് പട്ടികയിൽ 16 കളിൽ നിന്ന് 31 പോയിന്റുമായിട്ട് തലപ്പത്തുള്ള ബാഴ്സയേക്കാൾ 9 പോയിന്റ് താഴെ 4ാം സ്ഥാനത്താണ് ഇപ്പോൾ അവർ നിൽക്കുന്നത്. പല ടീമുകൾക്കും ഇനിയും മത്സരങ്ങൾ അവരെക്കാൾ കുറവ് കളിച്ചിട്ടുള്ളവരുണ്ട്. കാരണം റയലൊക്കെ ഇന്ന് 16ാമത്തെ കളി കളിക്കാൻ പോവുകയാണ്. അപ്പോൾ ആ ഒരു ഡിഫറൻസ് റയലുമായിട്ടുള്ളതൊക്കെ ഇനിയും വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. സോ അത്ലറ്റിക്കോ മാഡ്രിഡ് ഈ സീസണിൽ എവിടെയോ ഒന്ന് മുടങ്ങുന്നുണ്ടോ എന്നൊരു സംശയം. അത് ഹുലിൻ ആൽവാരസിന്റെ ഫോം തിരികെ കിട്ടിയാൽ സംഗതി ഓക്കെ ആകാവേണ്ടതാണ്. ഇപ്പോൾ 7 ഗോളുകളാണ് ഹുലിൻ ആൽവാരസിന് ഈ ഒരു സീസണിൽ ഉള്ളത്, ലലീഗയിലുള്ളത്. അദ്ദേഹം 5ാം സ്ഥാനത്താണ് ഈ ഒരു ഗോൾ സ്കോറേഴ്സ് പട്ടികയിലുള്ളത്. എംബാപ്പെ 16 ഗോളുകളുമായിട്ട് 1ാമത്, ഫെറാൻ ടോറസ് ഇപ്പോൾ 2ാമത് 11 ഗോളുകളുമായിട്ട് എത്തിയിട്ടുണ്ട്. അക്കാര്യം ശ്രദ്ധിക്കുക. ബാഴ്സയുടെ താരങ്ങൾ ലെവൻഡോസ്കി തൊട്ടുപുറകിൽ 8 ഗോളുകളുമായിട്ട് നിൽക്കുന്നു. അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം ഹുലിൻ ആൽവാരസിന്റെ ഒരു മികവ് വരും മത്സരങ്ങളിൽ എന്തായാലും പ്രതീക്ഷിക്കുന്നത് അത് അത്യാവശ്യമാണ് അത്ലറ്റിക്കോ മാഡ്രിഡിന് മുന്നോട്ട് പോകാൻ. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.